ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ജനറൽ കോൺസെപ്റ്റ് ഓഫ് ഫുഡ് അനാലിസിസ് ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് ഫീൽഡ് ആൻഡ് ലബോറട്ടറി സാമ്പിളിംഗ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഫീൽഡ് ലെവൽ അല്ലെങ്കിൽ ലബോറട്ടറി സാമ്പിളിംഗ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫായിട്ട് നോക്കാമേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സാമ്പിളിംഗ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? മെയിനായിട്ട് ഫുഡ് അനാലിസിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുഡിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ സെലക്ട് ചെയ്യണം? സാമ്പിള് സെലക്ട് ചെയ്യണം അല്ലേ? സാമ്പിള് സെലക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒരു വലിയ പോപ്പുലേഷനിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ പോർഷൻ ഓഫ് ആ ഒരു വലിയ പോപ്പുലേഷനെ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ അത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ആ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് എല്ലാം ഒന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി ഓക്കെ ആണോ നോക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്നും റാൻഡമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മെത്തേഡ് വഴി കുറച്ചധികം സാമ്പിൾസ്, ഫോർ എക്സാമ്പിൾ ഒരു 20 സാമ്പിൾസ് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അതിനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കി ആ ഒരു ഫുൾ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ക്വാളിറ്റിയും ഒക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെയുള്ള ചെറിയ ചെറിയ സാമ്പിൾസ് അനലൈസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ സാമ്പിൾസ് എടുക്കുന്ന 2 മെത്തേഡാണ്. ഏതൊക്കെയെന്ന് പറയുന്നത് ഫീൽഡ് ലെവൽ സാമ്പിളിങ്ങും ലബോറട്ടറി സാമ്പിളിങ്ങും. ഇതിൽ തന്നെ ഫീൽഡ് ലെവൽ സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീൽഡിൽ പോയി അല്ലെങ്കിൽ ആ ഒരു ഡയറക്ട്ലി ഫ്രം ദ സോഴ്സ്, എവിടെയാണോ ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ സോഴ്സ് എവിടെയാണോ അവിടെ പോയി കളക്ട് ചെയ്യുന്ന സാമ്പിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്ന ആ ഒരു പ്രക്രിയയ്ക്ക്, സാമ്പിളിംഗ് പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ഫീൽഡ് ലെവൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലബോറട്ടറി സാമ്പിൾ എന്താണ്? ഈ ഫീൽഡിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത ആ ഒരു സാമ്പിൾ, അതിനെ നമ്മൾ പ്രൈമറി സാമ്പിൾ എന്ന് പറയും. ആ പ്രൈമറി സാമ്പിളിനെ ലബോറട്ടറിയിൽ എത്തിക്കഴിയുമ്പോഴാണ് അത് അല്ലെങ്കിൽ അതിനെ നമ്മൾ പിന്നെ എങ്ങനെയായിരിക്കും പറയുന്നത്? ലബോറട്ടറി സാമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പം നമ്മൾ സാമ്പിളിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആ ഒരു ഫുഡ് പ്രോഡക്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ലോട്ടുകളായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പോർഷനായിട്ട് നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 2 തരത്തിലാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ് ഫീൽഡ് ലെവൽ സാമ്പിളിങ്ങും അതുപോലെ തന്നെ ലബോറട്ടറി സാമ്പിളിങ്ങും. ഫീൽഡ് ലെവൽ സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ സോഴ്സിൽ പോയി നമ്മൾ കളക്ട് ചെയ്യുന്ന സാമ്പിളിനെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രോപ്പ് ആണെങ്കിൽ, എന്തെങ്കിലും ഒരു അഗ്രികൾച്ചർ ക്രോപ്പ് ആണെങ്കിൽ അത് ആ ഒരു ഫീൽഡിൽ പോയി നമ്മൾ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയിട്ട് ആ പ്രോസസ്സിങ് ലൈനിൽ നിന്ന് നമ്മൾ ഒരു റാൻഡമായിട്ട് ഒരു 10 പാക്കറ്റ് കളക്ട് ചെയ്യുന്നത് ഒക്കെ തന്നെയും എന്താണ്? ഫീൽഡ് ലെവൽ സാമ്പിളിംഗ് ആണ്. ഈ റാൻഡമായിട്ട് കളക്ട് ചെയ്ത ആ ഒരു സാമ്പിള് അത് ലബോറട്ടറിയിൽ എത്തിക്കഴിയുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ലബോറട്ടറി സാമ്പിളായിട്ട് മാറുന്നതും. ലബോറട്ടറിയിൽ എത്തിയതിന് ശേഷം ചില സ്റ്റെപ്സ് നമ്മൾ ആ ഒരു സാമ്പിളിൽ ചെയ്യും. അതിനെ നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്യും. അതിനെ നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട്. അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആ സാമ്പിളിനെയാണ് നമ്മൾ ലബോറട്ടറി സാമ്പിൾ എന്ന് പറയുന്നത്. അതിനുശേഷം ലാസ്റ്റ് പ്രൊസീജിയറാണ് എന്ത്? അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് ഡിസ്പ്ലേ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കമ്പയർ ചെയ്യണ്ടേ? അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഫീൽഡ് ലെവൽ സാമ്പിളിംഗ് എന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അനലിറ്റിക്കൽ പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു റെപ്രസെൻറ്റേറ്റീവ് പോർഷനെ ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും അല്ലെങ്കിൽ ലാർജ് ലോട്ടിൽ നിന്നും നമ്മൾ അനാലിസിസിനായിട്ട് സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വലിയ പോപ്പുലേഷനിൽ നിന്നും ആ ഒരു വലിയ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പോർഷൻസ് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
അതിൽ തന്നെ ഫീൽഡ് സാമ്പിളിംഗ് എന്താണ്? ഇതെന്ന് പറയുന്നത് സാമ്പിളിംഗ് ചെയിനിൻ്റെ അകത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫീൽഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ചെയിൻ എന്ന് പറയുമ്പോൾ സാമ്പിളിങ്ങിന് കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് ഫീൽഡ് ലെവൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ സൈറ്റിൽ പോയിട്ട്, പ്രൊഡക്ഷൻ നടക്കുന്ന സൈറ്റിൽ പോയിട്ട് നമ്മൾ പ്രോഡക്ട്സ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടുന്ന സാമ്പിൾസ് നമ്മൾ ആ ഒരു സൈറ്റിൽ പോയി കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് ഫീൽഡ് ലെവൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഫാമിൽ പോയി കളക്ട് ചെയ്യുന്നു. ഇനിയിപ്പം അല്ലാത്ത എന്തെങ്കിലും ഗുഡ്സ് ആണെങ്കിൽ ഫാക്ടറിയിൽ പോയിട്ട് അതിനെ പിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വെയർഹൗസിൽ എല്ലാം കൂടെ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വെയർഹൗസിൽ പോയി നമ്മൾ സാമ്പിൾ പിക്ക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയും ഫീൽഡ് ലെവൽ സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഹെട്രോജീനിയസ് ബാച്ചിൽ നിന്നായിരിക്കും നമ്മളിവിടെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈക്വലായിട്ടിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പല പല പ്രോഡക്ട്സുകളായിരിക്കും ചിലപ്പോൾ ഒരു വെയർഹൗസിലുണ്ടാകുന്നത്. അതിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി, അല്ലെങ്കിൽ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ലാർജ് പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെ ടൂൾസ് ആണ് നമ്മൾ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സ്പിയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ട്രയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഊഗേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, സ്കൂപ്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അരിയുടെ സാമ്പിളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സ്പിയേഴ്സ് അല്ലെങ്കിൽ ട്രയേഴ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഊഗേഴ്സ് യൂസ് ചെയ്യുന്നത് ഈ സോയിൽ സാമ്പിളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി, അതിങ്ങനെ ഒരു സ്ക്രൂ പോലെയുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് കേട്ടോ. ഇനി സ്പിയേഴ്സ് അല്ലെങ്കിൽ ടയേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്പിയേഴ്സിനാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഹോൾസ് കാണും, ഡിഫറെൻറ്റ് ഹോൾസ് കാണും. ടയേഴ്സിനാണെങ്കിൽ ഒരു ഹോളെ കാണത്തുള്ളൂ കേട്ടോ. ടയേഴ്സിന് ഒരു ഹോളെ കാണത്തുള്ളൂ. ഇതിന് മലയാളത്തിൽ മൂടായി എന്ന് പറയും കേട്ടോ. മൂടായി എന്നൊക്കെയാണ് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ അരിയുടെ സാമ്പിളൊക്കെ കളക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ മാത്രമായിരിക്കും ഒരു ഹോള്. ഇതിങ്ങനെ ആ ഒരു സാക്കിലേക്ക് കുത്തിയിട്ടാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടൂൾസാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്പിയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ട്രയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഊഗേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ സ്കൂപ്പ്. ചിലപ്പോൾ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കും. ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അരിയൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഒരു എക്യുപ്മെൻറ്റ് കണ്ടിട്ടില്ലേ? ഒരു കുറച്ച് കുഴിവുള്ള പിടിയുള്ള ഒരു എക്യുപ്മെൻറ്റ്. അതാണ് നമ്മൾ സ്കൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് വെച്ചിട്ടല്ലേ നമ്മൾ അരി ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് സ്കൂപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലായല്ലോ. സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഏതൊക്കെ? സ്പിയേഴ്സ്, ട്രയേഴ്സ്, ഊഗേഴ്സ്, സ്കൂപ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സാമ്പിളിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീൽഡ് സാമ്പിളിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആ ഒരു ലോട്ടിൻ്റെ സൈസ് അതിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോയ്സ്ചർ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഫിസിക്കൽ കണ്ടീഷൻ, ആ ഒരു പർട്ടിക്കുലർ സാമ്പിളിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അഫക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാക്കേജിങ് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫീൽഡ് സാമ്പിളിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ്? ലോട്ട് സൈസ്, മോയ്സ്ചർ, ഫിസിക്കൽ കണ്ടീഷന്, പാക്കേജിങ്, ഇതൊക്കെ തന്നെയും സാമ്പിളിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഇനി ടൈപ്പ് ഓഫ് ഫീൽഡ് സാമ്പിളിങ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റാൻഡം സാമ്പിളിങ്. റാൻഡം സാമ്പിളിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും ഓരോ യൂണിറ്റിനും ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരിക്കും സെലക്ട് ആവാനുള്ള. ഓക്കെ, നമ്മൾ റാൻഡം ആയിട്ടായിരിക്കും ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഒരു വലിയ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 1000 പ്രോഡക്ട്സ്, പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 1000 പാക്കറ്റ്സ് ഓഫ് ബിസ്ക്കറ്റ്, അതിൽ നിന്ന് നമ്മൾ റാൻഡം സാമ്പിളിംഗ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിൽ നിന്ന് ഒരു 2 എണ്ണം എടുക്കും, 2 സൈഡിൽ നിന്ന് 2 എണ്ണം വീതം എടുക്കും, ബാക്കിൽ നിന്ന് 2 എണ്ണം എടുക്കും, നടുക്കിൽ നിന്ന് എടുക്കും. അങ്ങനെ റാൻഡമായിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഒരു 1 to 1000 വരെ നമ്പേഴ്സ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? റാൻഡമായിട്ട് ഓരോരോ നമ്പർ പിക്ക് ചെയ്യും. 3 എടുക്കും, ചിലപ്പോൾ 5 എടുക്കും, ചിലപ്പോൾ 8 എടുക്കും, അല്ലെങ്കിൽ 13 എടുക്കും, 14, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് നമ്പേഴ്സ് പിക്ക് ചെയ്യും ആ ഒരു സാമ്പിളിൻ്റെ. അപ്പം അതിനെയാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ലോട്ടിനും ഒരു പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ?
ഞാനിപ്പോൾ സെലക്ട് ആവും എന്നുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. കാരണം അത് എല്ലാത്തിനും ഉണ്ട്. മേ ബി അത് സെലക്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ ഈച്ച് ആൻഡ് എവറി സിംഗിൾ യൂണിറ്റ് ഹാവ് എ പ്രോബബിലിറ്റി. ഏത് സാമ്പിളിങ്ങിൽ? റാൻഡം സാമ്പിളിങ്ങിൽ. ഓക്കെ, നമ്മൾ ലാർജ് പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? റാൻഡം സാമ്പിളിംഗ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അൺബയാസ്ഡ് ആയിട്ട് നമുക്ക് സാമ്പിളിംഗ് ചെയ്യാനായിട്ട് പറ്റും. ബയാസസ്, ഇറേഴ്സ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് സാമ്പിളിംഗ് പ്രൊസീജിയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒന്നുകിൽ റാൻഡം നമ്പർ ടേബിൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സാമ്പിൾസിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കും. ആ ഒരു ഹോൾ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിൾസ് ആയിരിക്കും നമ്മൾ അങ്ങനെ റാൻഡംലി നമ്മൾ സാമ്പിൾ ടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ റാൻഡം സാമ്പിളിങ്ങിന്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഫുഡിൽ അല്ലെങ്കിൽ ലബോറട്ടറി സാമ്പിളിങ്ങിലൊക്കെ ഈ റാൻഡം സാമ്പിളിംഗ് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നോക്കാം. നമുക്ക് ഗ്രെയിൻസ്, ധാന്യങ്ങൾ, അരി അല്ലെങ്കിൽ ഗോതമ്പൊക്കെ ഒരു ഗ്രെയിൻ സൈലോയിൽ നിന്ന്, ഗ്രെയിൻസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടെയ്നറിനെയാണ് കേട്ടോ സൈലോ എന്ന് പറയുന്നത്. അപ്പോൾ സൈലോസിൽ നിന്ന് ഗ്രെയിൻസിനെ റാൻഡമായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റാൻഡം സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഒരു 10 റാൻഡം പാക്കറ്റ്സ് ഫ്രം എ ബാച്ച് ഓഫ് 1000 ഫോർ കെമിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ റാൻഡമായിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ ബിസ്ക്കറ്റിൻ്റെ കാര്യം പറയുന്നത്, ഒരു 10 പാക്കറ്റ് ബിസ്ക്കറ്റ്, ഒരു 1000 പാക്കറ്റ് ബിസ്ക്കറ്റിൽ നിന്ന് ഒരു 10 പാക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ റാൻഡമായിട്ട് കളക്ട് ചെയ്യുന്നതും റാൻഡം സാമ്പിളിങ്ങിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? റാൻഡം ആയിട്ടായിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു പോപ്പുലേഷൻ ആണ്, ഇതിപ്പോൾ ഒരു ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയണം, ഇതൊരു പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ റാൻഡമായിട്ട് കളക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു പോർഷൻ എടുക്കും, ഇവിടുന്ന് ഒരു പോർഷൻ എടുക്കും, ഇവിടുന്ന് എടുക്കും, ബാക്ക് സൈഡിൽ നിന്ന് എടുക്കും, വീണ്ടും നടുക്കൂന്ന് എടുക്കും, പിന്നെ ഈ സൈഡ്, അങ്ങനെ നമുക്ക് റാൻഡമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിരിക്കും നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യും? മൈക്രോബിയൽ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്? മൈക്രോബിയൽ ടെസ്റ്റിങ്ങിൻ്റെ സമയത്തും ന്യൂട്രിയൻ പ്രൊഫൈലിംഗ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ മൈക്രോബിയൽ ടെസ്റ്റിംഗ് നടത്തുമ്പോഴും ന്യൂട്രിയൻ പ്രൊഫൈലിംഗ് ചെയ്യുമ്പോഴും ഒക്കെ ആ ഒരു ഫുൾ ലോട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് റാൻഡം സാമ്പിളിംഗ് വഴി സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും കേട്ടോ. എന്താണ്? റാൻഡം സാമ്പിൾ വഴിയാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് നമുക്ക് കിട്ടിയതെന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഓരോരോ പീസ് ചെയ്ത് എടുക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഇവിടെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റോൾ? എന്താണ് റാൻഡം സാമ്പിളിങ്ങിൽ? ഇത് സാമ്പിൾ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ അളക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇറേഴ്സിൻ്റെ മാർജിൻ കണക്കാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മൾ സ്റ്റാറ്റിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു റിസൾട്ടിനെ നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആ ഒരു അനാലിസിസ് റിസൾട്ട് ഉണ്ടല്ലോ, അതിനെ ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ഫുൾ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫുൾ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടാൻ വേണ്ടിയിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ റെപ്രസെൻറ്റേറ്റീവ്നെസ് ഉള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സാമ്പിളിംഗ് ഇറർ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആ ഒരു ടെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് റിസൾട്ടിനെ കുറിച്ച് നമ്മളെടുത്ത ഡിസിഷൻ കുറച്ചും കൂടെ മികവുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്യുറസി ഉള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയെന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി റാൻഡം സാമ്പിളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ ആ ഒരു പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ആദ്യമേ എത്രത്തോളം നമ്പർ ഓഫ് പാക്കറ്റ്സ് ഉണ്ടെന്ന് നമ്മളൊന്ന് ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു 1000 ഫ്ലോർ ബാഗ്സ്, വീറ്റ് ഫ്ലോറോ റൈസിൻ്റെ ഫ്ലോറോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു 1000 ബാഗ് ഉണ്ട്. അതിന് നമ്മൾ 1000ന് നമ്മൾ 1 to 1000 വരെ നമ്മൾ ആ ബാഗിന് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യമേ നമ്മൾ ആ എത്രത്തോളം ബാഗ് അവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ
മനസ്സിലാക്കുക. 800 എങ്കിൽ 800, 500 എങ്കിൽ 500, 1000 എങ്കിൽ 1000. ഓക്കെ, അതിന് എന്നിട്ട് ഓരോന്നിനും ഇപ്പം 800 ഉള്ളെങ്കിൽ 1 to 800 വരെ അല്ലെങ്കിൽ 800 വരെ നമ്പർ ചെയ്ത് കൊടുക്കുക. ഓരോ ബാഗിനും 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്പർ ചെയ്ത് കൊടുക്കുക. ഇപ്പം 1000 ബാഗ് ഉണ്ടെങ്കിൽ 1 to 1000 നമ്പേഴ്സ് ഈച്ച് ബാഗിന് നമ്മൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു റാൻഡം നമ്പർ ജനറേറ്റർ യൂസ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ നമ്പേഴ്സ് ഇങ്ങനെ റാൻഡമായിട്ട് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു റാൻഡം ടേബിൾ യൂസ് ചെയ്യാം, നമ്പർ ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സാമ്പിൾസിനെ, ഇപ്പം നമുക്ക് ആ ഒരു 1000-ൽ നിന്നൊരു 100 സാമ്പിളാണ് നമുക്ക് സാമ്പിളായിട്ട് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഡിവൈസിൻ്റെ ഹെൽപ്പ് തേടും. അതിങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ 3 എന്ന് പറയും, പിന്നെ 5 എന്ന് പറയും, 6 എന്ന് പറയും, അല്ലെങ്കിൽ 18 പറയും അടുത്തത്, പിന്നെ 22 പറയും, 23. അപ്പോൾ എന്താ റാൻഡമായിട്ട് അതിങ്ങനെ ഒരു നമ്പർ പറയണം. അതിനനുസരിച്ചിട്ട് ആ ഒരു ആദ്യം തന്നെ നമ്മൾ ഓരോ ചാക്കിലും നമ്മൾ നമ്പേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്പർ പറയുന്നതിനനുസരിച്ചിട്ട് ആ പർട്ടിക്കുലർ ചാക്ക് മാറ്റി മാറ്റി വെക്കുക. ആ കിട്ടുന്ന നമ്പർ ഓഫ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന 100 ബാഗ് ആണെന്നുണ്ടെങ്കിൽ ആ 100 ബാഗ് ആയിരിക്കും നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? കളക്ട് ആൻഡ് അനലൈസ് ദ സെലക്റ്റഡ് ഐറ്റം. എന്നിട്ട് ആ ഒരു നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സാക്കില്ലേ, അതിനെ കളക്ട് ചെയ്തിട്ട് അതിനെ അനാലിസിസിന് വേണ്ടിയിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിലെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ ആ ഒരു പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യണം. എത്ര നമ്പർ ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തുക. അതിനുശേഷം ഓരോ ബാഗിനും നമ്മൾ നമ്പേഴ്സ് കൊടുക്കുക. 1 2 3 to 1000 ബാഗ് ഉണ്ടെങ്കിൽ 1000, 500 ബാഗ് ഉണ്ടെങ്കിൽ അപ് ടു 500 വരെ നമ്മൾ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഒരു റാൻഡം നമ്പർ ജനറേറ്റർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു റാൻഡം നമ്പർ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ ബാഗ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിൽ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്ന 3-4 നമ്പേഴ്സ് വെച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം അതിനുശേഷം കളക്ട് ചെയ്ത ആ സാമ്പിളിനെ എന്ത് ചെയ്യണം? അനാലിസിസിന് വേണ്ടിയിട്ട് വിടുക. ഓക്കെ, ഇനി റാൻഡം സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മനസ്സിലാക്കാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാർജ് പോപ്പുലേഷന് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരേപോലെയുള്ള പാക്കറ്റ്സ്, ഇപ്പോൾ ഒരു 1000 പാക്കറ്റ്സ് ഓഫ് ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് അല്ലേ. ആ പോപ്പുലേഷനിൽ നിന്നൊക്കെ നമുക്ക് റാൻഡം സാമ്പിൾ വഴി നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര എളുപ്പമായിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇത്? അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുപോലെ എളുപ്പമാണ്. അതുപോലെ തന്നെ ലാർജ് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡം സാമ്പിളാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഹോമോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ റാൻഡം സാമ്പിളിംഗ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് റിസൾട്ട് തരും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് റാൻഡം സാമ്പിളിങ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ? ഇത് ഹൈലി വേരിയബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഡിവിഷനുള്ള പോപ്പുലേഷനൊന്നും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഹോമോജീനിയസ് ആയിട്ടുള്ള ഒറ്റ ഒരു പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിനോ അല്ലെ പാക്കറ്റ്സിനോ അങ്ങനെ മാത്രമേ നമുക്ക് റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വേരിയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനൊന്നും തന്നെ, അല്ലെ ഫുഡ് പ്രോഡക്ട്സിനൊന്നും തന്നെ നമുക്ക് റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന് നമ്മൾ ആദ്യം തന്നെ ഫുൾ പോപ്പുലേഷനെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഇപ്പം 1000 ബാഗേജസ് ആണ് അല്ലെങ്കിൽ ബാഗ്സ് ആണെങ്കിൽ 1000 ബാഗ് ഉണ്ടെന്ന് നമ്മൾ എണ്ണി ആദ്യമേ തിട്ടപ്പെടുത്തിയിട്ട് വേണം അതിന് ഓരോന്നിനെ നമ്പർ ഇട്ട് കൊടുക്കാൻ. ഇപ്പം ഇനി 1000 കൂടുതലാണെങ്കിലുള്ള അവസ്ഥയൊന്നും നോക്കി 5000 3000 ഒക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും ഇരുന്ന് ലിസ്റ്റ് ചെയ്യണം. അത്ര എണ്ണത്തിന് നമ്മൾ നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് കേട്ടോ. ഇനി ഇതിനെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്? ഇപ്പോൾ 500 ഫുഡ് പാക്കറ്റ്സ് ഉള്ള ഒരു ബാച്ച് ആണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 20 പാക്കറ്റ്സ് അതിൽ നിന്നും കളക്ട് ചെയ്യണം. അതിനെ നമ്മൾ റാൻഡമായിട്ട് 20 പാക്കറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഈ ഒരു റാൻഡം സാമ്പിളിങ്ങിന് എക്സാമ്പിളാണ്. ഒരു 500 പാക്കറ്റുള്ള 500 ബിസ്ക്കറ്റോ 500 പാക്കറ്റ് എന്താണോ ഒരു ഫുഡ് പ്രോഡക്റ്റ് ബിസ്ക്കറ്റ് തന്നെ പറയാം. അപ്പോൾ 500 പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 20 പാക്കറ്റ് ബിസ്ക്കറ്റ് വേണം അനാലിസിസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? റാൻഡമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ സെലക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ആദ്യമേ തന്നെ 500 പാക്കറ്റിന് നമ്പേഴ്സ് ഇടും. അതിനുശേഷം 20 എണ്ണം നമ്പേഴ്സ് നമ്മളിങ്ങനെ റാൻഡമായിട്ട് പിക്ക് ചെയ്യും. 5, 7 അല്ലെങ്കിൽ 11 അങ്ങനെ അതിനൊരു
ഇൻ്റർവെല്ലോ ഫ്രീക്വൻസിയോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ, ചിലപ്പം 2 കഴിഞ്ഞ് 3 ആവാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ 10 ആവാം, പിന്നെ 20 ആവാം, അങ്ങനെ നമ്പേഴ്സ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, റാൻഡം ആയിട്ടായിരിക്കും അവിടെ സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനെ നമ്മൾ 1 to 500 വരെ ആ ഒരു പാക്കറ്റ്സിനെ, 500 പാക്കറ്റുള്ള ആ ഒരു ഫുഡ് പ്രോഡക്റ്റിനെ നമ്മൾ ആദ്യമേ നമ്പർ ചെയ്യണം. അതിനുശേഷം ഒരു നമ്പർ ജനറേറ്റർ യൂസ് ചെയ്ത് 20 നമ്പേഴ്സ് അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യണം. എന്നിട്ട് ആ പാക്കറ്റ്സിനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് വിടണം? അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ അയക്കണം. ഓക്കെ, അടുത്ത സാമ്പിളിംഗ് മെത്തേഡാണ് എന്താണ്? അടുത്ത ഫീൽഡ് സാമ്പിളിംഗ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ദ ലോട്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു ലെയേഴ്സ് ഓർ സ്ട്രേറ്റ. നമ്മൾ ആ ഒരു വലിയ പോപ്പുലേഷനെ ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രേറ്റ ആയിട്ട് സാമ്പിളിങ്ങിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പം 1000 പാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ 10 പാക്കറ്റ്സ് ആയിട്ട് നമ്മൾ അതിനെ 10 വീതമുള്ള 10 പാക്കറ്റ്സ് ആയിട്ട് നമ്മൾ ആദ്യമേ തന്നെ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കണം. 10 അതിങ്ങനെ ഇന്ന ഒരു രീതിക്കൊന്നൊന്നുമില്ല. ചിലപ്പം ചില ഫുഡ് പ്രോഡക്ട്സിൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 10 പാക്കറ്റിനെ ഒരു ഇതിലാക്കി വെക്കുക. ഇനിയിപ്പം ഡ്രൈനസ് കൂടുതലുള്ളതാണെങ്കിൽ അതങ്ങനെ 10 പാക്കറ്റ് എടുക്കുക. ഇനിയിപ്പം അതിൻ്റെ അകത്ത് അസിഡിറ്റിയുടെ ബേസിലാണെങ്കിൽ അങ്ങനെ 10, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേഷൻ നടത്താം. അല്ലെങ്കിൽ ഇപ്പം കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 1000 പാക്കറ്റിനെ ആദ്യമേ നമ്മൾ 10 പാക്കറ്റുള്ള 10 സെക്ഷനായിട്ട് നമ്മൾ ആദ്യമേ അങ്ങ് തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓരോ ഞാൻ പറഞ്ഞല്ലോ 10 എന്നുള്ള സബ് ഗ്രൂപ്പുകളില്ലേ, അത് മേ ബി ഞാൻ പറഞ്ഞ പോലെ മോയ്സ്ചർ കണ്ടന്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ അതിൻ്റെ കളറിൻ്റെ ബേസിലോ സൈസിൻ്റെ ബേസിലോ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ ഒരു ഒരു ഹെഡിങ് അതിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ സൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 10 എണ്ണം, കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 10 എണ്ണം, അങ്ങനെ ഞാൻ ഒരു സബ് ഡിവിഷൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഹോളായിട്ട് ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ 1000 എണ്ണത്തിന് 10 വീതമുള്ള 10 സെക്ഷനാക്കി ആദ്യം തന്നെ മാറ്റി വെക്കുക. അപ്പോൾ ഇതും ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ്. ഇവിടെ പോപ്പുലേഷനെ നമ്മൾ ഹോമോജീനിയസ് സബ് ഗ്രൂപ്പായിട്ട് സ്ട്രേറ്റ, ആ ഹോമോജീനിയസ് ആയിട്ടുള്ള സബ് ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? സ്ട്രേറ്റ എന്നാണ് കേട്ടോ. അതായിട്ട് മാറ്റുന്നു. എന്നിട്ട് ആ സ്ട്രേറ്റയ്ക്കുള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? റാൻഡമായിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 10 ഉള്ള ആ ഒരു സബ് ഗ്രൂപ്പിൽ നിന്ന് പിന്നെ റാൻഡമായിട്ട് ആ ഒരു 10 എണ്ണത്തിൽ നിന്നും റാൻഡമായിട്ട് സാമ്പിൾ 1-2 എണ്ണം പിക്ക് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു വലിയ പോപ്പുലേഷൻ അല്ലേ, വലിയ ഒരു പോപ്പുലേഷനിൽ നിന്നും നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? സബ് ഗ്രൂപ്പുകളായിട്ട് അതിനെ തിരിക്കും. ഈക്വൽ നമ്പേഴ്സിലുള്ള സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. അതിനുശേഷം ഈ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരു സാമ്പിളിനെയോ 2 സാമ്പിളിനെയോ, അതൊക്കെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര സാമ്പിളാണോ വേണ്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം സബ് ഗ്രൂപ്പുകളാണ് കേട്ടോ. ഇത് സബ്ബാണ്, ഇത് സബ്. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് റാൻഡം ആയിട്ടായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതിനങ്ങനെ പ്രത്യേകിച്ചൊരു ഓർഡറൊന്നുമില്ല. റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ സാമ്പിളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ ഒരു പോപ്പുലേഷനെ നമ്മൾ സ്ട്രാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഓരോ സ്ട്രാറ്റയിൽ നിന്നും റാൻഡമായിട്ട് ഓരോ സാമ്പിൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിൽ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഓരോ സബ് ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്തായാലും ഫൈനൽ സാമ്പിളിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ അവസാനം ആ ഓരോ സബ് ഗ്രൂപ്പിൽ നിന്നല്ലേ അടുത്ത ആളെ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സബ് ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്ത് എന്തായാലും ഒരു സാമ്പിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ 10 സബ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ 10 വേണ്ട, 3 സബ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ 3 സബ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ വീതം എടുക്കുന്നുണ്ട് അല്ലേ. അപ്പം ഈ 3 എണ്ണത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫൈനൽ സാമ്പിളിൻ്റെ അകത്ത് എത്തി എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് പ്രിസിഷനും ആക്യുറസിയും ഒക്കെ ഇതിന് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു എന്നുള്ളത്, അത് മേ ബി ഇങ്ങനെയും തിരിക്കാം. സൈസിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഏജിൻ്റെ ബേസിൽ, മോയ്സ്ചർ കണ്ടന്റിന്റെ ബേസിൽ, അല്ലെങ്കിൽ ഒരു റീജിയന്റെ കേസിൽ ഒക്കെ. ഇപ്പം ചില ഫുഡ് പ്രോഡക്ട്സ് സൈസിന്റെ കേസിൽ നമുക്ക് സബ് ഗ്രൂപ്പുകളായിട്ട്
തിരിക്കാം, അല്ലെങ്കിൽ ഏജ് വൈസ് നമുക്ക് സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. മോയ്സ്ചർ കണ്ടന്റിൻ്റെ ബേസിസിൽ നമുക്ക് ആ ഒരു സബ് ഗ്രൂപ്പിനെ തിരിക്കാം. അല്ലെങ്കിൽ റീജൺ എന്നൊക്കെ പറയുമ്പോൾ ഈ മിൽക്ക് സാമ്പിളിൻ്റെയൊക്കെ കേസിൽ പല പല റീജണിൽ നിന്ന് വരുന്ന മിൽക്ക് സാമ്പിൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം ഓരോ സാമ്പിൾ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫുൾ ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആക്യുറസിയും പ്രിസിഷനും ഒക്കെ ഭയങ്കര അധികം കൂടുതലായിരിക്കും. എന്തിൻ്റെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് വഴിയുള്ള സാമ്പിൾസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ.